അവധി ദിവസമാണെങ്കിലും ഏതായാലും വലിയ ആവേശ പ്രചരണത്തിൽ തന്നെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ ഉള്ളത് എന്നുള്ളതിൽ തർക്കമില്ല. ഞാനിപ്പോഴുള്ളത് തിരുവനന്തപുരത്തെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി OS അംബികയ്ക്കൊപ്പമാണ്. നിലവിൽ സിറ്റിംഗ് MLA കൂടിയാണ്. അപ്പോൾ എത്രത്തോളം ഒരു ആത്മവിശ്വാസമാണ് ഇത്തവണ? കഴിഞ്ഞ വർഷത്തേക്കാൾ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്നാണ് ഉറപ്പായി പറയുകയാണ്. കഴിഞ്ഞ 10 വർഷം LDF സർക്കാരിൻ്റെ കാലത്ത് B. സത്യൻ MLA ആയിരുന്ന സമയത്തും ഇപ്പോൾ ഈ 5 വർഷവും കൂടെ 1200 കോടി രൂപയുടെ വികസനം മണ്ഡലത്തിലാകമാനം ചെയ്യാൻ സാധിച്ചു. എൻ്റെ കാലത്ത് തന്നെ 700 കോടി രൂപയുടെ വികസനമാണ് ഈ നാട്ടിലാകെ നടപ്പിലാക്കിയിട്ടുള്ളത്. തീർച്ചയായും അവർ വലിയ പ്രതീക്ഷയിലാണ്. വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുമെന്ന് നാട്ടുകാരുടെ അഭിപ്രായമാണ്. തീർച്ചയായും അത് വളരെയേറെ സന്തോഷവും പ്രതീക്ഷയും നൽകുന്നതാണ്. ജില്ലയിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ മണ്ഡലം. അതിനേക്കാൾ ഭൂരിപക്ഷം കിട്ടുമെന്നാണ് ഉറപ്പ്. അതായത് ഇടതുമുന്നണിയുടെ ഒരു ഉറച്ച കോട്ടയായിട്ടാണ് ആറ്റിങ്ങൽ മണ്ഡലം അറിയപ്പെടുന്നത്. അപ്പോൾ ആ മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത്. പ്രധാനമായും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവരോട് എന്താണ് പറയുന്നത്? എന്തുകൊണ്ട് LDFന് വോട്ട് ചെയ്യണം എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. കഴിഞ്ഞ നമ്മുടെ 10 വർഷം ഭരിച്ച LDF ഭരണം ജനങ്ങളെ എല്ലാവരും ചേർത്ത് നിർത്തുന്ന ഒരു ഭരണമായിരുന്നു ഗവൺമെൻറ്. പ്രത്യേകിച്ചും സ്ത്രീ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കുന്നൊരു ഗവൺമെൻറ്, സ്ത്രീകളെ സംരക്ഷിക്കുന്നൊരു ഗവൺമെൻറ്, നമ്മുടെ പുതിയ തലമുറയെ സംരക്ഷിക്കുന്നൊരു ഗവൺമെൻറ്. അപ്പം ജനങ്ങളെല്ലാം നല്ല കാഴ്ചപ്പാടോടുകൂടി നോക്കി നിൽക്കുന്ന LDF ഭരണമെന്നുള്ളത്, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. ഇനിയിപ്പോൾ കുറച്ച് ദിവസം മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ളത്. ആദ്യഘട്ടം പൂർത്തിയായോ? ഇനിയിപ്പോൾ അടുത്ത ഫേസ് എന്ന രീതിയിൽ അടുത്ത ആഴ്ച മുതൽ എന്താണ് പ്ലാൻ? നമുക്കിനി 3 പഞ്ചായത്ത് കൂടെ ആകുമ്പോൾ നമ്മുടെ ആദ്യഘട്ടം പൂർത്തിയാകും. അത് കഴിഞ്ഞ് നമ്മുടെ 26-ാം തീയതി മുതൽ പര്യടനമാണ്. അത് കഴിഞ്ഞ് കൺവെൻഷനുകൾ 21-ാം തീയതി ഞങ്ങളുടെ മണ്ഡലം കൺവെൻഷനാണ്. വൻപിച്ചൊരു ജനാവലിയായിരിക്കും പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ മറ്റ് സ്ഥാനാർത്ഥികൾ ഒക്കെ ഉള്ളൊരു പ്രചരണം ഈ മണ്ഡലം LDFിൽ നിന്ന് പിടിച്ചെടുക്കും എന്നുള്ളൊരു അവകാശവാദമാണ് അതിപ്പോൾ UDF ആകട്ടെ അല്ലെങ്കിൽ BJP ആകട്ടെ ഉന്നയിക്കുന്നത്. പക്ഷേ UDF ആണ് അതിൽ മുന്നിൽ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനുള്ളൊരു മറുപടി, അത് പ്രത്യേകിച്ച് ജനങ്ങളെ ഇത്രത്തോളം ഇത്ര ദിവസങ്ങൾ കണ്ടറിഞ്ഞതിൽ നിന്നും എന്താണ് മനസ്സിലാക്കുന്നത്? ഒരിക്കലുമില്ല. ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ്. ഇടത് മുന്നണി തന്നെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരും. ഏതായാലും OS അംബിക ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാണ് നമുക്കൊപ്പം ചേർന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഇടതുമുന്നണിയുടെ മണ്ഡലമാണ്, എല്ലാ നിലയിലും നിലനിർത്തും. അതും കഴിഞ്ഞ വർഷത്തെ സിറ്റിംഗ് MLA തന്നെയാണ് മത്സരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അംബികയുടെ തന്നെ ഭൂരിപക്ഷം അത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളുമായി തന്നെയാണ് സ്ഥാനാർത്ഥിയും മുന്നണി പ്രവർത്തകരും മുന്നോട്ട് പോകുന്നത്.